Hello everyone, welcome to Talk with Toppers. So, ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഇത്തവണത്തെ സിവിൽ സർവീസസ് എക്സാമിനേഷനിൽ ഓൾ ഇന്ത്യ റാങ്ക് 59 കിട്ടിയിട്ടുള്ള മിസ്റ്റർ ബെഞ്ചോ പി ജോസ് ആണ്. സർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻ സർ. സാറിൻ്റെ ആ ഒരു ജേർണീനെ കുറിച്ച് അറിയാൻ ഒരുപാട് പേർക്ക് താല്പര്യം ഉണ്ടാവും. സോ നമുക്ക് ഇനീഷ്യലി തുടങ്ങാം. സാർ, എങ്ങനെയാണ് ഈ സിവിൽ സർവീസസ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിലേക്ക് വരാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായത്? എൻ്റെ ഫാദർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലായതുകൊണ്ട് ആദ്യം കൊച്ചുനാളിലെ ഒരു ചെറിയ ഒരു ഓറിയൻറ്റേഷൻ അല്ല, ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ട് എന്നുള്ളൊരു അറിവുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് അങ്ങനെ പോകാൻ താല്പര്യമൊന്നുമില്ലായിരുന്നു. പിന്നെ എനിക്ക് വേറെ കാര്യങ്ങളാണ് ചെയ്യാൻ താല്പര്യം. പക്ഷേ അങ്ങനെയാണ് സാഹചര്യം ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഇൻസിഡൻ്റലി ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പോവുകയും സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ അഡ്മിഷൻ എടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സും കുറേ സീനിയേഴ്സും എല്ലാം ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫൈനൽ ഇയറിൽ എൻ്റെ ജസ്റ്റ് 1 year സീനിയർ ആയിട്ടുള്ള ഒരാൾക്ക് നല്ല റാങ്ക് കിട്ടി. അങ്ങനെ പിന്നെ എൻ്റെ ബാച്ചിലുള്ള കുറേ പേര്, അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്യാം നോക്കാം എന്നൊക്കെയുള്ളത്. പിന്നെ അച്ഛൻ കൊച്ചുനാളിലെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ബാക്ക് ഓഫ് മൈ മൈൻഡ് ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ഈ ഒരു എക്സ്പോഷർ ഡെഫിനറ്റ്ലി ഹെൽപ്ഡ്. പിന്നെ ഒരു കാര്യം, ഈ ഒരു പബ്ലിക് സർവീസ് എന്ന് പറഞ്ഞൊരു കാര്യത്തിനോട് ആ ഒരു സമയത്ത് ഇച്ചിരി ഒരു അട്രാക്ഷൻ ഉണ്ടായി. ഞാൻ കോളേജിൽ സോഷ്യൽ സർവീസ് ലീഗ് എന്ന് പറയുന്ന ഒരു ക്ലബ് ഉണ്ട്. അപ്പോൾ അതിനകത്തിലൊക്കെ ആയപ്പോഴും അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ വൈഡർ സ്കെയിലിൽ ഡയറക്റ്റ്ലി ചെയ്യാൻ സ്കെയിൽ ആൻഡ് ഡയറക്ട്നെസ് ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് തോന്നി. അങ്ങനെ ഒരു കുറേ അധികം റീസൺസ് കാരണമാണ് ഇതിലേക്ക് വരാൻ. ഏതെങ്കിലും ഒരു പ്രത്യേക സർവീസിനോട് താല്പര്യം ഉണ്ടായിരുന്നു സാറിന്? IAS, IFS, IPS, ഇപ്പോൾ ഒരുപാട് പേര് ഇതുപോലെ IFS ആണ് ഫസ്റ്റ് ഓപ്ഷൻ വെച്ചിട്ട് പോകുന്നത് നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന്. അങ്ങനെ വല്ല ഓപ്ഷൻസ് ആദ്യമേ വെച്ചിട്ടുണ്ടായിരുന്നു? ആദ്യമേ അങ്ങനെ എനിക്കൊരു ഓപ്ഷനും ഇല്ലായിരുന്നു. കാരണം എന്ത് സർവീസ് കിട്ടിയാലും എനിക്ക് ഫൈൻ ആയിരുന്നു, ഹാപ്പി ആയിരുന്നു. പിന്നെ നമ്മൾ പ്രെഫറൻസ് കൊടുക്കണം. അപ്പം ഞാൻ ഡെഫിനറ്റ്ലി ആദ്യം കൊടുത്തത് IAS ആണ്, പിന്നെ രണ്ടാമത് IPS ആണ് കൊടുത്തത്, മൂന്നാമതാണ് IFS കൊടുത്തത്. ഓക്കെ, എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സാറിൻ്റെ ജേർണിയാണ്. സോ ഇനീഷ്യലി ഇതിപ്പോൾ സാറിൻ്റെ 4th attempt ആണ്. ഫസ്റ്റ് 2 attempts പ്രിലിംസ് തന്നെ ക്വാളിഫൈ ആയില്ല. പിന്നെയുള്ള 2nd അല്ലെങ്കിൽ 3rd അല്ലെങ്കിൽ 4th attempts ഇൻ്റർവ്യൂവും ക്വാളിഫിക്കേഷൻ കിട്ടി, ഇപ്പോൾ സർവീസും കിട്ടി. സോ ആ ഒരു ജേർണി എങ്ങനെ നമ്മൾ ഓരോ തവണ കഴിഞ്ഞിട്ടും പ്രിലിംസ് ക്രാക്ക് ചെയ്ത് അടുത്ത തവണ ഒന്നും കൂടെ ട്രൈ ചെയ്യാന്നുള്ളൊരു മോട്ടിവേഷൻ എന്തായിരുന്നു? മോട്ടിവേഷൻ എസെൻഷ്യലി എന്നോട് തന്നെ ഉള്ളൊരു സ്ട്രഗിളായിരുന്നു. ദാറ്റ് ഞാൻ ഓരോ പ്രാവശ്യം പരീക്ഷ എഴുതുമ്പോഴും എനിക്കറിയാം ലോട്ട് ഓഫ് തിങ്സ് ഞാൻ പഠിച്ചിട്ടില്ല, എനിക്കറിയത്തില്ല, എൻ്റെ കയ്യിലെ കുഴപ്പമാണെന്ന് എനിക്കറിയാം. സോ ഐ ഹാവ് ഡെഫിസിറ്റ്സ്, എൻ്റെ കുറേ ന്യൂനതകൾ എനിക്കറിയാം. ഞാൻ ഓരോ പ്രാവശ്യം എഴുതുമ്പോഴും ആ കാര്യങ്ങളെ നികത്തുക, എൻ്റെ ഡ്യൂട്ടി ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു എപ്പോഴും മുമ്പോട്ട് പോകുന്നത്. പിന്നെ ലോങ് ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഫിലോസഫി കൊണ്ട് മാത്രം നടക്കില്ല. ഡെഫിനറ്റ്ലി പേരൻസിൻ്റെ സപ്പോർട്ട്, ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട്. ഞാൻ എല്ലായിടത്തും പറയുന്നത് എൻ്റെ UPSC സർക്കിളിലെ ഫ്രണ്ട്സ് ഉണ്ട്, അതിൻ്റെ വെളിയിലുള്ള ഫ്രണ്ട്സ് ഉണ്ട്. 2 പേരുടെ സപ്പോർട്ട്, എൻ്റെ ബ്രദറിൻ്റെ സപ്പോർട്ട്, അങ്ങനെ ഒത്തിരി പേരുടെ സപ്പോർട്ട് കാരണമാണ് മുമ്പോട്ട് പോയത്. ഓക്കെ, അപ്പോൾ മാത്സ് എന്ന് പറഞ്ഞൊരു ഓണേഴ്സ് അങ്ങനത്തെ ഒരു ഡിഗ്രി എന്ന് വന്നിട്ട് എങ്ങനെ വേറൊരു ടൈപ്പ് ഓഫ് സബ്ജക്റ്റ് ചൂസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഓപ്ഷണലിൽ എന്തുകൊണ്ട് വേറൊരു ആന്ത്രോപോളജി പോലത്തുള്ള സബ്ജക്റ്റ് ചൂസ് ചെയ്യാൻ കാരണം? ഞാൻ മാത്സ് എടുത്തെങ്കിലും 12th വരെ എനിക്ക് മാത്സ് നല്ല ഇഷ്ടമായിരുന്നു. പക്ഷേ എവിടെയോ പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു വോണ്ട് ടു ഹേറ്റ് എ സബ്ജക്ട് ഡു എ ഗ്രാജുവേഷൻ. അങ്ങനെ ഞാൻ മാത്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് വളരെ കുറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ഓപ്ഷനിൽ എടുക്കാനുള്ള സമയത്ത് ആദ്യം ഞാൻ വിചാരിച്ചു മാത്സ് എടുക്കാമെന്ന്. പിന്നെ ഐ റിയലൈസ്ഡ് ഭയങ്കര വലിയ ലോങ് സിലബസാണ്. പിന്നെ പഠിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ GS-ഉമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. സോ അന്നേരം ഞാൻ വിചാരിച്ചു ദെൻ ലെറ്റ് മീ ചൂസ് സംതിങ് എൽസ്. അപ്പോൾ ഞാൻ ഗ്രാജുവേറ്റ് ആവുന്ന സമയത്ത് 2018 ആ ഒരു സമയത്ത് 2017, 2018, 2019 ആന്ത്രോപോളജി ടോപ്പേഴ്സ് ഇങ്ങനെ ഒത്തിരി പേര് വരുന്നുണ്ടായിരുന്നു. അപ്പം AR1 അനുദിത് ഷെട്ടി, പിന്നെ AR2 അത് കഴിഞ്ഞിട്ട് വർഷം അക്ഷത് ജെയിൻ. അപ്പോൾ അങ്ങനെ ഒത്തിരി പേര് വരുന്നുള്ളതുകൊണ്ട് അങ്ങനെയാണ് ആദ്യത്തെ ഒരു ഇനീഷ്യൽ ഫാസിനേഷൻ ഉണ്ടായത്. പക്ഷെ പിന്നെ ഞാനൊരു ബുക്ക് വായിച്ചു, ഈ യുവാൽ നോവ ഹരാരിയുടെ സേപ്പിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറച്ച് ഈ ഹ്യൂമൻ ഹിസ്റ്ററിയെ പറ്റിയും എവല്യൂഷനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്, മനുഷ്യൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി. അങ്ങനെയാണ് ഒരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ആയി പിന്നെ ആന്ത്രോ എടുക്കാമെന്ന് തീരുമാനിച്ചു വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈം മെയിൻസ് എഴുതിയപ്പോഴേക്കും അതിൻ്റെ മാർക്സും ഇതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ തോന്നിയോ ഇതൊരു നല്ല ഡിസിഷൻ ആണ്, അല്ലെങ്കിൽ അങ്ങനെ അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നോ മെയിൻസിന്? ഇല്ല, ഫസ്റ്റ് ടൈം ഞാൻ മെയിൻസ് എഴുതിയപ്പോൾ എനിക്ക് 239 ആയിരുന്നു മാർക്ക്. 239 ആയിരുന്നു. അതിൻ്റെ മെയിൻ കാര്യം ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു. ഓരോ പ്രാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവറി ടൈം ഐ റൈറ്റ് പഠിക്കാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ആ ഓരോ സാധനങ്ങളും
ഇപ്പോൾ നെക്സ്റ്റ് ടൈം ഞാനിപ്പോൾ റിസൾട്ട് വന്നപ്പോഴും അടുത്ത പ്രാവശ്യം എന്തായാലും പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അന്നേരം എനിക്ക് അറിയായിരുന്നു ഈ കാര്യം ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം എഴുതിയപ്പം ബിക്കോസ് ഓഫ് ദാറ്റ് എനിക്ക് 239 ഉള്ളായിരുന്നു. പക്ഷെ സ്റ്റിൽ ഡീപ്പ് ഇൻസൈഡ് എന്താ പറയുന്നത്, എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ദാറ്റ് ഇത് പഠിച്ചാൽ കുറച്ച് മാർക്ക് കിട്ടും. പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കാൻ, എസ്പെഷ്യലി തിയറി പാർട്ട് ഭയങ്കര ഡൈവേഴ്സ് ആണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തു. ശരിക്കും ആക്ച്വലി ഓപ്ഷണലി ഇൻട്രസ്റ്റ് തന്നെയാണ് അവസാനം മെയിൻ ആയിട്ട് വരുന്നത് എപ്പോഴും. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു ബോറടി അങ്ങനത്തെ ഒരു ഇതാണ്. 2-3 അറ്റംപ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും ലോങ് ആയിട്ട് അത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അതിനകത്തൊരു ഇൻട്രസ്റ്റ് വേണം. ശരി. ഇത് നമ്മുടെ ബാക്സിന്റെ ഓണേഴ്സ് അതെങ്ങനെയെങ്കിലും CSAT പേപ്പറിൽ വല്ലതും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഡയറക്ട്ലി ഒന്നും ഹെൽപ്പ് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ അവിടെ ചെയ്യുന്നതാണേലും തിയറട്ടിക്കൽ മാത്സ് ആയിരുന്നു കൂടുതൽ ചെയ്യുന്നത്. മാത്സ് ഓണേഴ്സിൽ ആപ്ലിക്കേഷൻ ലെവൽ മാത്സ് ഉണ്ടായിരുന്നു. പക്ഷേ അഗൈൻ ഭയങ്കര നമ്മളിവിടെ ചെയ്യുന്ന പോലെ കാൽക്കുലേഷനുകളോ ഒന്നുമില്ല. പിന്നെ യെസ്, ഡെഫിനറ്റ്ലി മാത്സിനൊരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ CSAT ഹെൽപ്പ് ചെയ്യും. സോ ഞാൻ 4 പ്രാവശ്യം അറ്റൻഡ് ചെയ്തപ്പോഴും എൻ്റെ CSAT പ്രിപ്പറേഷൻ കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരുന്നു. ഈ പ്രാവശ്യമാണെങ്കിൽ എനിക്ക് ആകെ ഇൻ്റർവ്യൂ, എൻ്റെ ലാസ്റ്റ് ഇയർ ഇൻ്റർവ്യൂവിന് പോയുണ്ട്. ജസ്റ്റ് ഒരു 30 days എനിക്ക് ഉണ്ടായിരുന്നു. ആദ്യത്തെ 20 ദിവസം ഞാൻ അങ്ങനെ ഇങ്ങനെ കളഞ്ഞു. അവസാനത്തെ 10 ദിവസമായിരുന്നു ഇരുന്ന് PYQ നോക്കുകയും എല്ലാം ചെയ്യുകയും. ഈ പ്രാവശ്യം കമ്പാരിറ്റീവ്ലി CSAT വളരെ മോശമായിട്ടുള്ള. അപ്പോൾ എനിക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു CSAT കിട്ടുമെന്ന്. അപ്പോൾ മാർക്ക് ഷീറ്റ് വന്നിട്ടില്ല. അപ്പോൾ അല്ലെങ്കിൽ പറയായിരുന്നു. ലാസ്റ്റ് ടൈം എനിക്ക് 70 മാർക്കേ ഉള്ളായിരുന്നു 2022 when I cleared. അഗൈൻ ആ സമയത്ത് ഞാൻ ഒരു 10 ദിവസമേ പഠിച്ചുള്ളൂ. സോ എനിക്ക് തോന്നുന്നു ആപ്റ്റിറ്റ്യൂഡ് ഹാസ് ഹെൽപ്ഡ്. പക്ഷേ ആപ്റ്റിറ്റ്യൂഡ് കൊണ്ട് മാത്രം CSAT ക്ലിയർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന എല്ലായിടത്തും ഞാൻ പറയും, നിങ്ങൾ IIT ആണോ ഡസ് നോട്ട് മാറ്റർ, യു ഹാവ് ടു സ്റ്റഡി. ഓക്കെ. പിന്നെ നമ്മുടെ ഈ മാത്സിൻ്റെ കേസ് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ CSAT പറഞ്ഞു വരുമ്പോൾ ആൻസർ റൈറ്റിംഗ് നമ്മൾ മെയിൻസിൽ വരുമ്പോഴേക്കും എത്രത്തോളം എഫക്റ്റീവ് ആണ് അല്ലെങ്കിൽ ബെനിഫിഷ്യൽ ആണ്? കാരണം കുറച്ച് പേര് പറയുന്നതെന്ന് വെച്ചാൽ ആൻസർ റൈറ്റിംഗ് വെറുതെ നമ്മുടെ ടൈം കൺസ്യൂമിംഗ് ആണ്, അത് ചെയ്യേണ്ട കാര്യമില്ല എന്ന് കുറച്ച് ടോപ്പേഴ്സ് പറയുന്നുണ്ട്. ബാക്കിയുള്ളവർ അത് ഫോക്കസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. സോ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എങ്ങനെയാണത്? എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇൻഡിവിജ്വൽ ബേസിസിലാണ്. കാരണം സാറ് പറഞ്ഞ കറക്റ്റാണ്. ഇപ്പോൾ 2013-14 തൊട്ട് ഈ ഒരു ട്രെൻഡ് ഉണ്ട്, കൂടുതൽ ആൻസേഴ്സ് എഴുതുക, 2 ടെസ്റ്റ് സീരീസ് ഒക്കെ എടുക്കുക എന്നുള്ളത്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ ഈ പ്രാവശ്യം ആകെ GS എഴുതിയത് ഒരു 2 ടെസ്റ്റാണ്. 4th വേണ്ടി ഞാൻ 2 ടെസ്റ്റ് എഴുതി. ഒരു MGP പോളിറ്റി എഴുതി, ഒരു എത്തിക്സിൻ്റെ ഒരു ടെസ്റ്റ് എഴുതി. ലാസ്റ്റ് ടൈം അഗൈൻ ഞാൻ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിരുന്നു. പക്ഷേ എന്നാലും ഫുൾ എല്ലാ ടെസ്റ്റുകളും 19-20 ടെസ്റ്റ് സീരീസിനകത്തുണ്ടെങ്കിൽ ഞാൻ ഒരു 10 എഴുതിയിട്ടുണ്ട്. സോ എനിക്ക് അത് ഒരു നല്ല സ്ട്രാറ്റജി ആയിട്ട് തോന്നിയില്ല. പക്ഷേ അഗൈൻ ഇറ്റ് ഈസ് എ വെരി പേഴ്സണൽ തിങ് ടു മീ. വേറെ ഒരാൾക്ക് ചിലപ്പോൾ അതായിരിക്കാം നല്ലത്. അതുകൊണ്ട് ഇപ്പം ഞാനിവിടെ ഇരുന്നിട്ട് ടെസ്റ്റ് സീരീസ് ആരും എഴുതണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര തെറ്റായിട്ടുള്ളൊരു മെസ്സേജാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അൾട്ടിമേറ്റ്ലി ദി ഇൻറ്റൻഷൻ ഷുഡ് ബി, നമ്മൾ മെയിൻസ് എഴുതുമ്പോൾ മാക്സിമൈസിങ് ഡയമെൻഷൻസ്, പോയിന്റ്സ് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനകത്ത് കണ്ടന്റ് കൊണ്ടുവരിക. അപ്പോൾ കമ്മിറ്റീസ് ആണെങ്കിലും ഡേറ്റ ആണെങ്കിലും അതിനുള്ള ഒരു ടൂള് മാത്രമാണ് ആൻസർ റൈറ്റിംഗ്. ആ ആൻസർ റൈറ്റിംഗ് എന്നുള്ള ടൂൾ അല്ലാതെ വേറെ എന്തെങ്കിലും ടൂൾ ഉണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. ഞാൻ അതിനു വേണ്ടിയാണ് ഞാൻ വേറൊരു പരിപാടി ചെയ്തത്. ഐ ഡിഡ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നൊരു പരിപാടി ഞാൻ ചെയ്തു. സോ എനിക്ക് ഫോർച്ചുനേറ്റ്ലി ഇറ്റ് വർക്ക്ഡ് ഔട്ട്. അത്രേ ഉള്ളൂ. അല്ല, നമ്മൾ ഈ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഈ മെയിൻസിന് ഐഡന്റിഫൈങ് യുവർ വീക്ക്നെസ് എന്നുള്ള ആസ്പെക്ട് അല്ലേ പറഞ്ഞു. ഇപ്പം നമുക്ക് സ്പീഡ് കൊണ്ട് കണ്ടന്റ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എഴുതി വരുന്ന സമയങ്ങളേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് മെയിൻലി ഐഡന്റിഫൈ ചെയ്തിട്ട് എന്താണ് റിക്വയർമെന്റ് എന്നുള്ള ആസ്പെക്റ്റിൽ പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള ഇതിൽ പോകുന്നതെന്ന് തോന്നുന്നു. ഓക്കെ. സോ കമ്മിങ് ടു ദി ഇന്റർവ്യൂ പാർട്ട്, ഇന്റർവ്യൂ വരെ പോയിട്ട് പിന്നെ എങ്ങനെയാണ് തിരിച്ച് റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഒരു ഇതിലേക്ക് വരാനുള്ള ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്? അത് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. അപ്പോൾ ലാസ്റ്റ് ടൈം 2022 ഞാൻ ഇതുപോലെ മെയിൻസ് എഴുതി കഴിഞ്ഞപ്പോഴേ ഞാൻ ഡിജക്റ്റഡ് ആയിരുന്നു. കാരണം ഐ വാസ് 100% ഷുവർ ഐ വിൽ നോട്ട് മേക്ക് ഇറ്റ്. അപ്പോൾ മെയിൻസ് എഴുതി കഴിഞ്ഞിട്ട് ഞാനൊരു ഹിമാലയ ട്രിപ്പൊക്കെ പോയി ഒന്ന് കാമായിട്ട് തിരിച്ചു വന്ന് അടുത്ത മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് ഡിസംബർ കഴിഞ്ഞ 2022 കാര്യമാണ് പറയുന്നത്. ഡിസംബർ 6 റിസൾട്ട് വന്നു. എൻ്റെ ഫ്രണ്ട് വന്ന് എന്നെ കാണിച്ചോടാ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ റോൾ നമ്പർ മാത്രമേ ഉള്ളൂ, എൻ്റെ റോൾ നമ്പർ അവൻ അറിയത്തില്ല. അപ്പം ഞാൻ ഷുവറായിട്ട് എന്തായാലും കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് റോൾ നമ്പർ അടിച്ചു നോക്കി. അങ്ങനെയാണ് പെട്ടെന്ന് അപ്പോൾ എൻ്റെ റോൾ നമ്പർ കണ്ടു, കിട്ടിയെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഇൻ്റർവ്യൂവിലേക്ക് പോകുന്നത്. എൻ്റയർലി ഒരു ബിഗിനറാണ് ഇൻ ഇൻ്റർവ്യൂ. എല്ലാ കാര്യങ്ങളും കുറേ പരിശ്രമിച്ചു. പക്ഷേ അവസാനം ആയപ്പോഴത്തേനും ഐ ഫെൽറ്റ് ദാറ്റ് ഐ കുഡ് ക്ലിയർ ദിസ് ടൈം. ഈവൻ ദോ മെയിൻസിൽ ഐ ഡി നോട്ട് ഫീൽ ഒരിച്ചിരി പോലും ഒരു ശുഭാപ്തി വിശ്വാസം ഇല്ലായിരുന്നെങ്കിലും ഇൻ്റർവ്യൂ ആയി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും നമ്മുടെ ചുറ്റും നിന്നും കിട്ടൂടാ അങ്ങനെ പറഞ്ഞ് ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടായി.
എന്നിട്ട് റിസൾട്ട് വന്നപ്പോൾ ഭയങ്കര ഡിജക്റ്റഡ് ആയി. ഒരു ദിവസം ഭയങ്കര വിഷമമുണ്ടായിരുന്നു. കാരണം അഗൈൻ യു മസ്റ്റ് ലേൺ ടു മോഡറേറ്റ് ആൻഡ് ടെമ്പർ യുവർ എക്സ്പെക്ടേഷൻസ്. നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം അതഗൈൻ നോട്ട് സംതിങ് പേഴ്സണൽ. ചുറ്റും നിന്ന് ആൾക്കാർ പറഞ്ഞാണ് നമ്മളിങ്ങനെ ഒരു പെഡസ്റ്റലിൽ കൊണ്ടുവെക്കും. അപ്പോൾ തീർച്ചയായിട്ടും വിഷമം ഉണ്ടായി. പക്ഷെ ദെൻ ആഫ്റ്റർ ദ റിസൾട്ട്സ് കെയിം മനസ്സിലായി നീ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഒരു ദിവസം വിഷമിച്ചു, അടുത്ത ദിവസം വീണ്ടും PYQ ചെയ്തു തുടങ്ങി. പ്രിലിംസ് എഴുതി, ഫോർച്ചുനേറ്റ്ലി അത് ക്ലിയർ ആയി. അതിനുശേഷം പിന്നെ ഡൽഹിയിലേക്ക് ഞാൻ പോയി മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ. ബിക്കോസ് അഗൈൻ ഐ ന്യൂ മെയിൻസിൽ എൻ്റെ ചില വീക്ക് ഏരിയാസ് ഉണ്ട്. സോ ഐ വെൻ ദർ, ഐ ഡിഡ് ഒരു കോഴ്സ് ചെയ്തു, MGP ജോയിൻ ചെയ്തു, ഒരു ടെസ്റ്റ് എഴുതിയുള്ളെങ്കിലും പിന്നീട് ഫോർച്ചുനേറ്റ്ലി അത് ക്ലിയർ ആയി ഈ പ്രാവശ്യം. അതെ അതെ, കംപ്ലീറ്റ് മെയിൻസ് ഞാൻ ഓൺലൈനിൽ കേരളവുമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടൊക്കെ ഇതുണ്ടായിരുന്നു. പക്ഷെ അതല്ലാതെ മെയിൻസ് ഞാൻ അവിടെയാണ് നിന്നത്. എത്രത്തോളം മോക്ക് ഇന്റർവ്യൂ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ഫേസിൽ? മോക്ക് ഇന്റർവ്യൂ ഞാൻ ലാസ്റ്റ് ടൈമും ഈ പ്രാവശ്യവും അധികം എടുത്തിട്ടില്ല. ഞാൻ 4 എണ്ണം എടുത്തിട്ടുള്ളൂ മോക്ക് ഇന്റർവ്യൂസ്. ഞാൻ കൂടുതൽ എടുക്കുന്ന പിയർ മോക്സ് ആയിരുന്നു. അപ്പോൾ ഐ ഹാഡ് എ ഫ്രണ്ട് സർക്കിൾ. എൻ്റെ റൂംമേറ്റ് നന്ദു, പിന്നെ എൻ്റെ 2 ജൂനിയേഴ്സ് ഉണ്ട്, കോളേജിലെ ജൂനിയേഴ്സ് മലയാളികൾ. പിന്നെ ഈ പ്രാവശ്യം 225 റാങ്ക് കിട്ടിയ നെവിൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഈ പ്രാവശ്യം ഒരു ഗ്രൂപ്പുണ്ട്. പിന്നെ വേറെ ആൽബർട്ട് എന്ന് പറയുന്ന എൻ്റെ സെയിം ബാച്ച്മേറ്റ് ആയിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ബേസിക്കലി ഞാനും ആൽബർട്ടും നെവിനും ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി 3 പേര് ഞങ്ങൾ ചോദിക്കും. അങ്ങനെയായിരുന്നു എൻ്റെ പിയർ മോക്ക്. ആ പിയർ മോക്ക് ഒന്നെങ്കിൽ ഇടവിട്ടുള്ള ദിവസങ്ങൾ, അല്ലെങ്കിൽ 3 ദിവസത്തിലൊരിക്കലോ, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഡെയിലി എടുത്തായിരുന്നു. അതാണ് എന്നെ ശരിക്കും ഒന്ന് പോളിഷ് ചെയ്ത് ആക്കിയെടുത്തത്. മോക്ക് ഇൻ്റർവ്യൂസ് ഒരു 4 എണ്ണം എടുത്തായിരുന്നു. തീർച്ചയായിട്ടും അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ട്, ഇറ്റ് ഹാസ് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി അത്ര അങ്ങോട്ട് അധികം എടുക്കുന്നതിൽ ഒരു ഗുണമുണ്ടെന്ന് തോന്നിയില്ല. ഞാൻ ഐ സ്റ്റോപ്ഡ് ഇൻ 4-5. റെൻ സാറിന്റെ ലാസ്റ്റ് ടൈം ആയിരുന്നു ഞാൻ സാറിന്റെ 1-on-1 സെഷനാണ് എടുത്തത്. അത് വളരെ എനിക്ക് യൂസ്ഫുൾ ആയിരുന്നു. അത് കാരണം സാറിന് എൻ്റെ പോലെ സിമിലർ ഒരു പ്രൊഫൈൽ ഉണ്ടെന്ന് തോന്നുന്നു. സാറും എൻ്റെ സെയിം സ്കൂളിൽ കേന്ദ്രീയതയിലെ അടൂരിലൊക്കെ ആയിരുന്നു. ഞാൻ വോളിബോൾ കളിക്കും. സാറും വന്ന് സംസാരിച്ചപ്പോൾ സാറും എൻ്റെ വോളിബോളിൻ്റെ ഒക്കെ പുറകിൽ കുറേ നടന്ന ആളാണെന്ന് മനസ്സിലായി. അങ്ങനെ സാറിനൊരു പേഴ്സണൽ ഐഡന്റിഫിക്കേഷനും മനസ്സിലായതുകൊണ്ട് സാറുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വളരെ യൂസ്ഫുൾ ആയിരുന്നു. സാറ് എങ്ങനെ ആൻസേഴ്സിനെ ഫ്രെയിം ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു ബിഗ് പിക്ചർ ഐഡിയ എനിക്ക് കിട്ടി. ഞാൻ ആ സമയത്ത് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. സാറ് പറഞ്ഞത് എനിക്കൊരു ചെറിയൊരു എൻ്റെ അപ്രോച്ചിലൊരു ചേഞ്ച് ഉണ്ടായി. സോ അതെനിക്ക് ഭയങ്കര ബെനിഫിഷ്യൽ ആയിരുന്നു. ആൻഡ് കമ്മിങ് ടു ഹോബീസ്, അതിൽ തന്നെ ഡാഫിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹോബീസ് ഉണ്ട്. റൈറ്റ് ഫ്രം അത്ലറ്റിക്സിൽ ഭയങ്കര ടോപ്പിലുണ്ടായിരുന്നു, വെയിറ്റ് ലിഫ്റ്റിംഗ് ഉണ്ടായിരുന്നു, മെഡിറ്റേഷൻ ഉണ്ടായിരുന്നു. സോ ഇതെല്ലാം പ്രിപ്പറേഷനെ എങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആസ് എ ഹോബി എന്നുള്ള ലെവലിൽ? അത്ലറ്റിക്സ് ഒക്കെ ഞാൻ സ്കൂളിലായിരുന്നു. അത്ലറ്റിക്സും വോളിബോളും എൻ്റെ സ്കൂൾ ലെവലിലുള്ള ആക്ടിവിറ്റീസ് ആയിരുന്നു. അതിനുശേഷം കോളേജിൽ വന്നപ്പോഴത്തേനും അതൊന്നും നടന്നില്ല. അങ്ങനെയാണ് ഞാൻ അൾട്ടിമേറ്റ് ഫ്രിസ്ബി എന്ന് പറയുന്ന ഒരു ഗെയിമുണ്ട് അവിടെ കോളേജിൽ. അപ്പോൾ അത് ഞാൻ അവിടെ ചെറുതായിട്ട് അത് കുറച്ച് നാളൊക്കെ കളിച്ചു. പിന്നെ അങ്ങനെയാണ് പിന്നെ വെയിറ്റ് ട്രെയിനിങ്ങിലേക്ക് പോകുന്നത്. ഹാർഡ് കോർ ബോഡി ബിൽഡറും വെയിറ്റ് ലിഫ്റ്റിംഗ് അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്നാലും വെയിറ്റ് ട്രെയിനിങ് ഞാൻ കൺസ്റ്റന്റ്ലി ചെയ്യുമായിരുന്നു. പിന്നെ സാറ് പറയാത്തൊരു മെഡിറ്റേഷൻ, ആനാപാന മെഡിറ്റേഷൻ ഞാൻ ഇതിനകത്ത് അതും അഗൈൻ ദീസ് തിങ്സ് ഹെൽപ്പ് മീ ഡ്യൂറിങ് പ്രിപ്പറേഷൻ, എസ്പെഷ്യലി വെയിറ്റ് ട്രെയിനിങ്ങും മെഡിറ്റേഷനും. ബിക്കോസ് മെഡിറ്റേഷൻ സയന്റിഫിക്കലി ഓൾസോ ഇറ്റ് ഇസ് പ്രൂവൺ ടു ബി കുറച്ച് എക്സ്പെക്ടേഷൻസിനെ ടെമ്പർ ചെയ്യാനാണെങ്കിലും, ഫോക്കസ് കൂട്ടാനാണെങ്കിലും, അവയർനെസ് കൂട്ടാനാണെങ്കിലും, ഇമ്പൾസിവിറ്റി കുറയ്ക്കാൻ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ വെയിറ്റ് ട്രെയിനിങ് ഇസ് ഡെഫിനറ്റ്ലി എ കോൺട്രിബ്യൂട്ട് ടു എൻഡ് സ്ട്രെസ്. കുറേ സ്ട്രെസ് ഇങ്ങനെ നോക്കുമ്പോൾ കുറേ വെയിറ്റ് പോയി പൊക്കി കഴിഞ്ഞാൽ ഇപ്പോൾ മെന്റൽ സ്ട്രെസ് ഭയങ്കര ഒരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഇപ്പോഴാണ് വരുന്നത് UPSC ആസ്പിറൻസിന്റെ ഇടയിൽ. പണ്ട് എല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യില്ലായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാവരോടും പ്രിപ്പറേഷൻ ടൈമിൽ നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ ഡെയിലി ഒരു 1 hour ഓർ ഒരു 45 minutes ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് അതിൻ്റെ ഒരു ഗുണം പിന്നീട് ഉണ്ടാവും എന്നുള്ളൊരു ആസ്പെക്റ്റിലാണ് പറയുന്നത്. ആ ഒരു കമ്മ്യൂണിറ്റിയുടെ അടുത്ത് തന്നെ അങ്ങനെ തന്നെ പറയാൻ പറ്റിയത്. അങ്ങനത്തെ ഒരു ആസ്പെക്റ്റിലാണ്. സോ പിന്നെ ഏറ്റവും മെയിനായിട്ട് എല്ലാവരും അറിയിക്കാൻ എന്താ പറയുക, അറിയാൻ ആഗ്രഹിക്കുന്ന ക്വസ്റ്റ്യനാണ്, എന്തെങ്കിലും ബാക്കപ്പ് പ്ലാൻ ഉണ്ടായിരുന്നോ ഇഫ് നോട്ട് UPSC? ഞാൻ 2 പ്രാവശ്യം പ്രിലിംസ് ക്ലിയർ ചെയ്യാത്തപ്പോൾ തന്നെ ഞാനിവിടെ ഗവൺമെൻറ് ലോ കോളേജ് ട്രിവാൻഡ്രത്ത് എൻട്രൻസ് ഉണ്ടായിരുന്നു. എൻട്രൻസ് എഴുതി ഞാനിവിടെ ജോയിൻ ചെയ്തായിരുന്നു. അങ്ങനെ ഞാൻ ഏകദേശം 3 സെമസ്റ്റർ ഫുള്ള് പോയി 2 സെമസ്റ്ററിൻ്റെ എക്സാം ഒക്കെ എഴുതി ആയിരുന്നു. സോ ഇഫ് നോട്ട് UPSC 2 പ്രാവശ്യം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പോൾ ചിലപ്പോൾ നടക്കത്തില്ല. ഐ വാസ് ഫുള്ളി ഞാനത് അക്സെപ്റ്റ് ചെയ്തൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് ഐ ടുക്ക് ലോ ആൻഡ് ദെൻ ഐ തോട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻ കേസ് ഇഫ് ദിസ് ഡസ് നോട്ട് ഹാപ്പൻ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഐ വാസ് റൈറ്റിംഗ് സൈഡ് ബൈ സൈഡ് മറ്റ് ടെസ്റ്റുകൾ എഴുതി. അങ്ങനെ UPSCയുടെ തന്നെ CAPF
ലാസ്റ്റ് ടൈം എനിക്ക് 59 സെയിം റാങ്ക്. പിന്നെ ഇപ്രാവശ്യം SI-യുടെ അഡ്വൈസ് 2-3 ദിവസം മുമ്പ് SI ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ ഐ വാസ് റൈറ്റിംഗ് അതർ ടെസ്റ്റ്. ആദ്യത്തെ അറ്റംപ്റ്റിലോ രണ്ടാമത്തെ അറ്റംപ്റ്റിലോ അല്ല, പ്രാവശ്യം ചെയ്തിട്ട് കിട്ടാത്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി പിന്നെയും അത് again that is something that's personal to me. That does not mean somebody else must do it. ചിലർക്കാണെങ്കിൽ എല്ലാ വോട്ടും ഏൺ ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ചിലർക്കാണെങ്കിൽ ഇറ്റ് മൈറ്റ് ബി ബെറ്റർ ഫോർ ദം ടു സെർച്ച് ഫോർ എ ബാക്കപ്പ് ആൻഡ് ദെൻ ഗോ. അത് ഭയങ്കര ഇൻഡിവിജ്വൽ ആയിരിക്കും. എൻ്റെ ഇതിൽ ബിക്കോസ് എൻ്റെ പേരൻസും പറഞ്ഞു യു ട്രൈ ഫോർ സംതിങ് എൽസ് ഓൾസോ. അങ്ങനെയാണ് ഞാൻ അതൊന്ന് ശരിയാക്കി വെച്ചത്, അതൊന്ന് റെഡിയാക്കി. സോ ഇപ്പോൾ ഓൾറെഡി ഒരു ഡിസ്കഷൻസ് ഇങ്ങനെ നാഷണൽ ലെവലിൽ വരെ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ UPSC പ്രിപ്പയർ ചെയ്യണത് വലിയ വേസ്റ്റ് ഓഫ് ടൈമാണ്, അല്ലെങ്കിൽ ഇത്ര 6 years 7 years വി ആർ സ്പെൻഡിങ് ഫോർ ദിസ്. സോ ഇതിനൊരു പൊട്ടൻഷ്യൽ ഇല്ല എന്നുള്ളൊരു ആസ്പെക്റ്റിൽ കുറേ ഡിസ്കഷൻ ഉണ്ട്. അതിനെക്കുറിച്ച് എന്താ സാറിന് ടേക്ക്? ഈ പൊട്ടൻഷ്യൽ ഇല്ല എന്നുള്ളത് ഐ ഡോ നോട്ട് തിങ്ക് ദാറ്റ് ഇസ് റൈറ്റ്. കാരണം ഡെഫിനറ്റ്ലി ഇപ്പോൾ പബ്ലിക് സർവീസ് ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക് സർവീസിൽ ഇഫ് യു വോണ്ട് ടു സെർവ് ദ സൊസൈറ്റി ഇൻ ഡയറക്ട്നെസ് ആൻഡ് സ്കെയിൽ. ഡയറക്ട്നെസ് എന്ന് പറഞ്ഞാൽ നേരിട്ട് എവറിബഡി ഈസ് കോൺട്രിബ്യൂട്ടിംഗ് ടു സൊസൈറ്റി. പക്ഷെ നേരിട്ട് ഒരാളുടെ പ്രശ്നം സോൾവ് ചെയ്യുന്ന ഒരു കാര്യം. രണ്ടാമത് സ്കെയിൽ, 1-2 പേരോ അല്ല ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ മാത്രമല്ല ഒരു സിവിൽ സർവൻറ്റ് ക്യാറ്റർ ചെയ്യുന്നത്, വൈഡ് നേഷൻ ഇറ്റ് സെൽഫ് ഓർ ദ ഹോൾ സൊസൈറ്റി ഇറ്റ് സെൽഫ്. അതിൽ പൊട്ടൻഷ്യൽ ഉള്ളത് ഡെഫിനറ്റ്ലി സിവിൽ സർവീസിന് തന്നെയാണ്. ഗവൺമെൻറ് അപ്പാരറ്റസ് യൂസ് ചെയ്ത് തന്നെയാണ് സൊസൈറ്റിയിൽ വാട്ട് എവർ കോൺട്രിബ്യൂഷൻസ് യു കെൻ മേക്ക് എന്താ പറയുന്നത് അതിൻ്റെ ഡയറക്ട്നെസ്സും സ്കില്ലും എൻഷോർ ചെയ്യുന്നത് സർട്ടൻലി സിവിൽ സർവീസ് തന്നെയാണ്. പക്ഷേ ഡെഫിനറ്റ്ലി ഈ ഒരു അമിതമായിട്ടുള്ള ക്രേസ് ഇസ് നോട്ട് വെൽക്കം ഇൻ മൈ ഒപ്പീനിയൻ. ഞാനാണെങ്കിലും എനിക്ക് തീർച്ചയായിട്ടും ദിസ് വാസ് സംതിങ് വെരി പേഴ്സണൽ ടു മീ. എനിക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്തിട്ട് ഇതിനകത്ത് കിട്ടുന്ന പേർക്സിനേക്കാൾ കൂടുതൽ ഞാൻ എന്നോട് തന്നെയുള്ള ഒരു മത്സരമായിട്ട് ഇതിനെ കണ്ടുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് പിന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നത്, റാദർ ദാൻ ഇത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. അതുകൊണ്ട് അങ്ങനത്തെ ഭയങ്കര ഷോർട്ട് ടേം ഐഡിയ കൊണ്ട് എക്സാമിനെ പ്രിപ്പയർ ചെയ്യാതെ ഇഫ് യു തിങ്ക് ദിസ് ഇസ് suitable for you, then by all means go. 6 വർഷം എഴുതുന്നെങ്കിൽ 6 വർഷം എഴുതും, 9 വർഷം. ദാറ്റ് ഇസ് സംതിങ് ദാറ്റ്സ് വെരി പേഴ്സണൽ. പക്ഷെ എന്നാലും ഇതിനെ ആവശ്യമില്ലാത്ത രീതിയിൽ ഊതി വലുതാക്കേണ്ട പെരുപ്പിക്കേണ്ട ഒരു ആവശ്യമില്ലെന്ന് തന്നെയാണ് എൻ്റെ ഒപ്പീനിയൻ. ബിക്കോസ് ആസ് സച്ച് ഇപ്പോൾ 2000-ങ്ങളിലെ സിറ്റുവേഷൻ അല്ല ഇന്ത്യയിൽ. ഇപ്പോൾ ഇൻ നെക്സ്റ്റ് 25 years ഓൾസോ ഒത്തിരി സ്റ്റാർട്ടപ്പുകളാണെങ്കിലും ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റി, ലോട്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇസ് കമ്മിങ് ഇൻ. സോ സിവിൽ സർവീസിൽ മാത്രമല്ല ഓപ്പർച്യൂണിറ്റി, അതർ ഓപ്പർച്യൂണിറ്റീസ്. അപ്പം ഈ സഞ്ജീവ് സാനിയാൽ സാറാണെന്ന് പറഞ്ഞത്, അപ്പോൾ അദ്ദേഹം പറഞ്ഞതും അത് തന്നെയാണ്. ഹി വാണ്ടഡ് ടു സ്പാർക്ക് എ ഡിബേറ്റ്, ഹി വാണ്ടഡ് ടു ടെൽ പീപ്പിൾ ദാറ്റ് ദർ ആർ ഓപ്പർച്യൂണിറ്റീസ് അതർ പ്ലേസസ് ആസ് വെൽ. അപ്പോൾ അത് ആൾക്കാർ ഡെഫിനറ്റ്ലി എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പ്രത്യേകിച്ച് യൂത്തിൻ്റെ ഇടയിൽ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ലെവൽ കഴിഞ്ഞാൽ നേരെ UPSC അല്ലെങ്കിൽ ഗവൺമെൻറ് ജോബ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ഈ പറഞ്ഞ പോലെ പേർക്സും അങ്ങനത്തെ ഒരു ഇത് കണ്ടിട്ട് പോകുന്ന ആൾക്കാരെയും കൂടുതൽ, അല്ലെങ്കിൽ ഒരു ജോബ് സെക്യൂരിറ്റി എന്നുള്ള ആസ്പെക്റ്റിൽ പോകുന്ന ആൾക്കാരെയും കൂടുതൽ. ബാക്കി എക്സ്പോഷേഴ്സിലേക്ക് ഒരു ഇത് കിട്ടുമ്പോഴേക്കും മെയിൻലി അവർ ഇങ്ങനെ പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ മറ്റ് എക്സാം എഴുതാനായിട്ട് ഇത് ഡെഫിനറ്റ്ലി UPSC പ്രിപ്പറേഷൻ ഒരുപാട് തീർച്ചയായിട്ടും അത് ഡെഫിനറ്റ്ലി അതിന് സംശയമൊന്നുമില്ല. ഇപ്പോൾ ഞാനാണെങ്കിലും RBI ഗ്രേഡ് B ഞാൻ ഇതുവരെ എഴുതിയില്ല. പക്ഷേ ഇപ്പം ഇത് നടന്നില്ലെങ്കിൽ ഒരുപക്ഷെ RBI ഗ്രേഡ് B ഞാൻ എഴുതിയാണ്. കാരണം അഗൈൻ സിലബസ് ഭയങ്കര സിമിലർ ആണ്, അതൊരു ഗവൺമെന്റ് ജോബാണ്. പക്ഷെ ഇനി അത് നടന്നില്ലെങ്കിൽ ദെൻ ഐ വുഡ് പ്രോബ്ലി സ്റ്റാർട്ടഡ് എന്തെങ്കിലും ഒരു ബിസിനസ്സോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം. സോ അല്ലെങ്കിൽ ഇപ്പം ബിക്കോസ് ഐ ഹാഡ് വേറൊരു ഗവൺമെന്റ് ജോബ് എനിക്ക് വലിയ കുഴപ്പമില്ല. പക്ഷെ എന്നാലും ആൾക്കാർക്ക് ഡിഫറെൻറ്റ് പീപ്പിൾ ഹാവ് ഡിഫറെൻറ്റ് എബിലിറ്റി, പല പല വാസനകളുള്ളവരാണ്, പല പല താല്പര്യങ്ങളുള്ളവരാണ്. അപ്പോൾ എല്ലാവരെയും ഒരു സെയിം മോൾഡിനകത്തിൽ UPSC IAS എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചാപ്പ് കുത്തുന്നത് ശരിയല്ല. സോ ആൾക്കാർക്ക് മറ്റു താല്പര്യങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് ഡെഫിനറ്റ്ലി പോകണം. പക്ഷെ അഗൈൻ ഞാൻ പറഞ്ഞ പോലെ ഇറ്റ്സ് എ വെരി ഇൻഡിവിജ്വൽ തിങ്. സ്വന്തമായിട്ടൊരു താല്പര്യമുണ്ട്, തീരുമാനമുണ്ട്, ഐ വിൽ ഗോ ഫോർ ദിസ്, എനിക്ക് ചെയ്യണം, then go for it. അതിന് nobody is stopping you. അത് ഈ ജേർണിയിൽ വരുമ്പോൾ തന്നെ ആക്ച്വലി ഒരു 2 years കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു റിയലൈസേഷൻ നമുക്ക് എന്താ ലൈഫിൽ വേണ്ടത്. ഐദർ യു വാണ്ട് എ ഗവൺമെന്റ് ജോബ് ഓർ ഡു ബിസിനസ്, അല്ലെങ്കിൽ ലോയർ, അല്ലെങ്കിൽ പോലീസ്, എന്തെങ്കിലും. ആ ഒരു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോക്കസ്, പ്രത്യേകിച്ച് പലരും ഓപ്ഷണൽസും കറണ്ട് അഫയേഴ്സ് ഒക്കെ കുറെ വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് മനസ്സിലാവും ഇതൊക്കെ ചെയ്തത് ഇങ്ങനത്തെ ഒരു ലെവലിലാണ് പോകുന്നത്. എൻ്റെ എനിക്ക് തോന്നുന്നു ഒരു ലൈഫ് റിയലൈസേഷൻ, ഒരു കരിയർ റിയലൈസേഷനെക്കാട്ടി കൂടുതൽ വാട്ട് സോർട്ട് ഓഫ് പേഴ്സൺ ആം ഐ, എനിക്കിത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ ഇഫ് ഐ ഗെറ്റ് ദ ജോബ് വിൽ ഐ ബി ഹാപ്പി ഇൻ ഡൂയിങ് ദ ജോബ്. അങ്ങനെ പലർക്കും റിയലൈസേഷൻ ഉണ്ടാകുമ്പോൾ ആൾക്കാർ ദേ ഡീവിയേറ്റ് ആൻഡ് ഗോ. ദാറ്റ് ഈസ് നോട്ട്, അതൊന്നും ഫെയിലിയർ ഒന്നും അല്ല. ചില ആൾക്കാർ അതിനെ ഫെയിലിയർ എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് നോട്ട് ഫെയിലിയർ, ദാറ്റ് ഈസ് എ വെരി ഇന്റലിജന്റ് ഡിസിഷൻ. കാരണം again you are understanding yourself, number 1. തന്നെ മനസ്സിലാക്കിയിട്ട് എനിക്ക് പോകേണ്ടത് ഇതാണെന്ന് മനസ്സിലായി
then you're taking a very bold decision to get UPSC course. ഇത് വലിയൊരു മെസ്സേജാണ് അത് എല്ലാ ആസ്പിരന്റ് കമ്മ്യൂണിറ്റിക്ക് ഇങ്ങനത്തെ കാര്യം. കാരണം ഇങ്ങനത്തെ കാര്യങ്ങളാരും അധികം അങ്ങനെ റിവീൽ ചെയ്യാറില്ല. പക്ഷേ ദിസ് ഇസ് എ ഫാക്ട്, കൈൻഡ് ഓഫ് സെൽഫ് റിയലൈസേഷൻ ഓൺ വാട്ട് യു ഷുഡ് ഡു അല്ലെങ്കിൽ വാട്ട് യു വോണ്ട് ടു ഡു എന്നുള്ള ആസ്പെക്റ്റിലേക്ക് വരുന്നത് ഇതാണ്. ആൻഡ് ലാസ്റ്റ്ലി ഈ ഒരു റാങ്ക് പ്രതീക്ഷിച്ചിരുന്നു വിത്തിൻ 100 ഓർ വിത്തിൻ 60, 59 എന്നുള്ളൊരു റാങ്ക്? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ. ഞാൻ ആ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി റിസൾട്ട് വന്നു. ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പേര് കണ്ടില്ല. അതിനുശേഷം വേറെ ആൾ വിളിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഓക്കെ റിസൾട്ട് ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷേ ഐ വാസ് എക്സ്പെക്ടിങ് ഒരു 200, 300 സംതിങ്. പക്ഷേ 59 ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. സോ വാട്ട് നെക്സ്റ്റ്? അതാണ് അടുത്തത്. ഇനി ഹോം കാഡർ കിട്ടിയില്ലെങ്കിൽ വിഷമമോ വേറെ ഏതെങ്കിലും? ഒരിക്കലും ഇല്ല, അങ്ങനെ ഒരു വിഷമവും ഇല്ല. ഇപ്പോൾ റാങ്ക് വെച്ചിട്ട് ഫോർച്ചുനേറ്റ്ലി ഗോഡ്സ് ഗ്രേസ് ഉണ്ടെങ്കിൽ IAS എന്തായാലും കിട്ടും. പിന്നെ ഹോം കാർഡറിനെ പറ്റി അങ്ങനെ വിഷയമൊന്നുമില്ല. എനിവേർ I am being sent to, I just want to do my job. വിശ്വസ്തയോടെ ചെയ്യുക എന്നുള്ളത് മാത്രം. ഈ ഒരു ഇൻട്രസ്റ്റിൽ തന്നെ വന്ന് ഈ ഒരു ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്ത് അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ IAS കിട്ടണം എന്നുള്ള ആസ്പെക്റ്റിൽ അത് തന്നെ കിട്ടുകയും ചെയ്തുകൊണ്ട് ഏത് കാഡർ ആയാലും നമുക്ക് പ്രശ്നം. ഒന്നാമത് ഡൽഹിയിലൊക്കെ പഠിച്ചുകൊണ്ട് ആ ഒരു എക്സ്പോഷർ വേറെ ആയിരിക്കും. സോ വി ഹോപ്പ്ഫുള്ളി പ്രേ ദാറ്റ് യു വിൽ ബി ഈ ഒരു സെക്ഷനിൽ അല്ലെങ്കിൽ ഈ ഒരു സർവീസിൽ ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഓക്കെ. തക്ഷശില IAS Academy. Aspire, enroll, achieve.